भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ 660 ദിവസം. ഇന്ന് വൈശാഖമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥിയാണ്. സങ്കടഹര ചതുർത്ഥി എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ദിവസം എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷത്തിലെയും കൃഷ്ണപക്ഷത്തിലെയും ചതുർത്ഥി ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിന് വളരെ വിശേഷമായിട്ട് സജ്ജനങ്ങൾ പറയുന്നു. ഇവിടെ ആ ഗണപതി ഭഗവാനെ ഒന്ന് സ്മരിച്ചു. അങ്ങനെ ഗണപതിയെയും ഗോപീ ഗണപതിയായിരിക്കുന്ന ഭഗവാനെയും സ്മരിച്ചും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ആരംഭിക്കുന്നത്. ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിൽ 68-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ദുര്യോധനാദികൾ ജാമ്പവതീപുത്രനായ സാംബനെ യുദ്ധത്തിൽ പിടികൂടി എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന ഭഗവാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രംഗം. തച്ഛ്രുത്വാ നാരദോക്തേന രാജൻ സഞ്ജാതമന്യവാ കുരൂൻ പ്രത്യുദ്യമം ചക്രുരുഗ്രസേന പ്രചോദിത. ഹേ രാജാവേ പരീക്ഷിത്തെ, നാരദോക്തേന നാരദന്റെ വാക്ക് കേട്ടിട്ട്, തച്ഛ്രുത്വ അതിനെ കേട്ടിട്ട്, സഞ്ജാതമന്യവ കോപം കൂടിയവരും, ഉഗ്രസേന പ്രചോദിത ഉഗ്രസേനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരുമായ യാദവന്മാര്, കുരൂൻ ഉദ്യമം ചക്രു കുരുക്കളുടെ നേരെ അവിടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു എന്നാണ്. ശ്രീകൃഷ്ണനും അതിന് തയ്യാറായി എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. പക്ഷേ രാമൻ അതിനെ തടഞ്ഞു. സാന്ത്വയിത്വാതു താൻ രാമ സന്നദ്ധാൻ വൃഷ്ണിപുങ്കവാൻ നൈച്ഛത് കുരൂണാം വൃഷ്ണീനാം കലിം കലിമലാപഹ. സന്നദ്ധാൻ താൻ വൃഷ്ണിപുങ്കവാൻ തയ്യാറായി നിൽക്കുന്ന ആ യാദവശ്രേഷ്ഠന്മാരെ സാന്ത്വയിത്വ സമാധാനിപ്പിച്ചു.
കലിമലാപഹം, ആ കലഹം കൊണ്ടുണ്ടാകാൻ പോകുന്ന ദോഷത്തെ തീർക്കുന്ന രാമൻ. കുരൂണാം വൃഷ്ണീനാം കലിം ന ഐച്ഛൽ. കൗരവന്മാരും വൃഷ്ണികളും തമ്മിൽ ഉള്ള ഒരു കലഹം വേണ്ട, അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടെ പറഞ്ഞു, ജഗാമഹാസ്തിനപുരം രഥേനാദിത്യവർച്ചസ ബ്രാഹ്മണൈ കുലവൃദ്ധൈശ്ച വൃതശ്ചന്ദ്ര ഇവഗ്രഹൈ. കുലവൃദ്ധൈ, കുലവൃദ്ധന്മാർ, ബ്രാഹ്മണര്, അവരാൽ ചുറ്റപ്പെട്ട്, ഗ്രഹൈ വൃത ചന്ദ്ര ഇവ, ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രൻ എന്നതുപോലെ, ആദിത്യവർച്ചസ, സൂര്യകാന്തിയോടുകൂടി, രഥേന, തേരിലിരുന്ന്, ഹസ്തിനപുരം ജഗാമ, ഹസ്തിനപുരിയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ബ്രാഹ്മണരും അതേപോലെ കുലത്തിലെ വൃദ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ ബലരാമസ്വാമിയുടെ കൂടെ. ബലരാമൻ അതിതേജോമയനായി, നല്ല വെളുത്ത ബലരാമൻ അല്ലെ, അതുകൊണ്ട് ചന്ദ്രൻ എന്നതുപോലെ. എന്നാൽ ആ പ്രഭാവം അത് സൂര്യന് തുല്യാണ്. ശുക്രാദി ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ പ്രകാശിച്ചും കൊണ്ട് അവിടെ ഹസ്തിനപുരത്തിലേക്ക് എത്തിച്ചേർന്നു. എന്താ രാമൻ അങ്ങനെ പോകാൻ കാരണം? ഉഗ്രസേനൻ അവിടെ യുദ്ധത്തിന് തയ്യാറായി എങ്കിലും രാമൻ പറഞ്ഞു വേണ്ട. കാരണം കൗരവന്മാരുമായിട്ടൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. ഞാൻ പോയി പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് ദുര്യോധനൻ. താൻ മിഥിലാരാജ്യത്തുള്ള സമയത്ത് അവിടെ വന്ന് തന്നെ ഗുരുവായി സ്വീകരിച്ചും കൊണ്ട് ഗദായുധം പഠിച്ച ആളാണ്. തൻ്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനൻ താൻ പറഞ്ഞാൽ കേൾക്കും എന്ന് വിചാരിച്ചിട്ടാണ് ബലരാമസ്വാമിയുടെ യാത്ര. ഗത്വാ ഗജാഹ്വയം രാമോ ബാഹ്യോപവനമാസ്ഥിത ഉദ്ധവം പ്രേഷയാമാസ ധൃതരാഷ്ട്രം ബുഭുത്സയാ. ഇവിടെ ഗജാഹ്വയം ഗത്വ, ആ ഹസ്തിനപുരിയിലേക്ക് എത്തിയിട്ട്, ബാഹ്യോപവനം ആസ്ഥിത, പുറമെയുള്ള ആ ഉപവനത്തിൽ താമസിച്ച രാമൻ, ധൃതരാഷ്ട്രം ബുഭുത്സയ, ധൃതരാഷ്ട്രരെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഉദ്ധവനെ പറഞ്ഞയച്ചു. പ്രേഷയാമാസ, ഹസ്തിനപുരിയിൽ പ്രവേശിച്ചു. ശത്രുവിന്റെ അധീനത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നേരിട്ട് അങ്ങോട്ട് കയറാൻ പാടില്ല. പട്ടണത്തിന്റെ ഉള്ളിൽ കടക്കാതെ പുറത്തുള്ള പൂന്തോട്ടത്തിലിരുന്നു. ധൃതരാഷ്ട്രരോട് പറയുക, ബലരാമസ്വാമി വന്നിട്ടുണ്ട്. ധൃതരാഷ്ട്രർ എന്തു പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നിർദ്ദേശം. അപ്പൊ ധൃതരാഷ്ട്രരുടെ അഭിപ്രായം അറിഞ്ഞു വരാൻ ഉദ്ധവനെ അവിടുന്ന് ബലരാമസ്വാമി രാജ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. സോഭിവന്ദ്യാംബികാപുത്രം ഭീഷ്മം ദ്രോണം ച ബാഹ്ലികം ദുര്യോധനം ച വിധിവൽ രാമമാഗതമബ്രവീൽ. സാ, ആ ഉദ്ധവൻ അംബികാപുത്രം, അംബികാപുത്രൻ സാക്ഷാൽ ധൃതരാഷ്ട്രര്, പിന്നെ ഭീഷ്മര്, ദ്രോണര്, ബാഹ്ലീകൻ, ദുര്യോധനൻ, ഇവരെയൊക്കെ വിധിപ്രകാരം, വിധിയനുസരിച്ച്, അതിൻ്റെ വകതിരിവനുസരിച്ച് വേണ്ടതുപോലെ വിവേകത്തോടുകൂടി അഭിവന്ദ്യ, അഭിവാദ്യം ചെയ്തിട്ട്, ആഗതം രാമം അബ്രവീൽ, വന്നിരിക്കുന്ന രാമനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ രാമൻ വന്നതായി അറിയിച്ചു. വേണ്ട തരത്തിലുള്ള ആചാരോപചാരങ്ങൾ ചെയ്ത് വന്ദിച്ചിട്ട് പറഞ്ഞു, അവിടെ പുറത്ത് ഉപവനത്തിൽ രാമൻ ബലരാമസ്വാമി ദ്വാരകയിൽ നിന്ന് വന്ന് ഇരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. തേബി പ്രീതാസ്തമാകർണ്യ പ്രാപ്തം രാമം സുഹൃത്തമം തമർച്ചയിത്വാഭിയയു സർവേ മംഗളപാണയ. സുഹൃത്തമം തം രാമം പ്രാപ്തം ആകർണ്യ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കുന്ന രാമൻ വന്നതായി അറിഞ്ഞ് കേട്ടിട്ട്, പ്രീതാഹ, സന്തുഷ്ടരായി അവരൊക്കെ തന്നെ, അവരും തേ അഭി തം, ആ ഉദ്ധവനെ അർച്ചയിത്വ, വേണ്ട പോലെ സൽക്കരിച്ചു. എന്നിട്ട് സർവേ മംഗളപാണയ, എല്ലാവരും മംഗളപദാർത്ഥങ്ങളൊക്കെ കയ്യിലെടുത്ത്, അഭിയയു, എതിരേറ്റ്, അവിടുന്ന് രാമനെ എതിരേറ്റു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഉപവനത്തിലേക്ക് അവരിതാ എല്ലാവരും കൂടി യാത്രയായി. പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളൊക്കെ കയ്യിലെടുത്തും കൊണ്ടാണ് രാമനെ കാണാനായിട്ട്, ബലരാമനെ സ്വീകരിക്കാനായിട്ട് ആ കൗരവന്മാര് ഇറങ്ങി പുറപ്പെട്ടത്. തം സംഗമ്യ യഥാന്യായം ഗാമർഖ്യം ച ന്യവേദയൻ തേഷാം യേ തൽപ്രഭാവജ്ഞ
പ്രണേമു ശിരസാബലം തം യഥാന്യായം, ന്യായമനുസരിച്ച് അവിടെ ആ ബലരാമനെ സംഗമിച്ചിട്ട് ഗാം അർഘ്യം നിവേദയൻ, പശുവിനെയും അർഘ്യത്തെയും കൊടുത്തു. അപ്പോ ഈ രീതിയിൽ തൽപ്രഭാവജ്ഞ, ആ ബലരാമസ്വാമിയുടെ മാഹാത്മ്യത്തെ അറിയുന്ന ആരാണ് ബലനെ ഓരോരുത്തരായിട്ടും ആരൊക്കെയാണോ അവരൊക്കെ വേണ്ട പോലെ പ്രണമിച്ചു എന്ന് പറയുന്നു. വയസ്സിന്റെ ക്രമം അനുസരിച്ച് ആലിംഗനം, നമസ്കാരം ഇങ്ങനെയൊക്കെയാണ് ശാസ്ത്രപ്രകാരം ചെയ്യേണ്ട ആതിഥ്യം. ആദ്യം പശുവിനെ കൊടുക്കുക, പിന്നെ നാളികേരം, പുഷ്പം, താമ്പൂലം, ആ പൂജാദ്രവ്യങ്ങളൊക്കെ മുൻഭാഗത്ത് വെച്ച് ഭഗവാന് സമർപ്പിക്കുക. അതിൽ വൃദ്ധരായവരിൽ വെച്ച് ബലരാമന്റെ പ്രഭാവം അറിയുന്ന ചിലർ ഇപ്പോ വയസ്സുപോലും നോക്കാതെ, വയക്രമം ആലോചിക്കാതെ, ബലരാമൻ ചെറുപ്പാണ്, പക്ഷേ പ്രായമായിട്ടുള്ളവർ പോലും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്ന് പറയുന്നു. ബന്ധൂൻ കുശലിന ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമധോ രാമോ ബഭാഷേ അവിക്ലവം വചാ. രാമൻ ആ ബന്ധുക്കളെ കുശലിനഹ, വളരെ സുഖമുള്ളവരെ, സൗഖ്യമുള്ളവരായിട്ട് കേട്ടിട്ട് ശിവം അനാമയം പരസ്പരം പൃഷ്ടുവ, സുഖത്തെയും ആരോഗ്യത്തെയും, ആമയം രോഗങ്ങളാണ്, അനാമയനായിട്ടിരിക്കുക പറഞ്ഞ സുഖമായിട്ടിരിക്കുക, അങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. പരസ്പരം പൃഷ്ടുവ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു. എന്നിട്ട് വളരെ ഗൗരവമായ വാക്ക് ബലരാമസ്വാമി പറഞ്ഞു. ബലരാമൻ വളരെ ധീരതയോടുകൂടി ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടുള്ള, എന്നാൽ ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി കാര്യഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ബലരാമൻ കുറച്ച് ആ അവിക്ലവം, വളരെ ഗൗരവമായ വാക്ക് അവിടെ പറഞ്ഞു. എന്താ രാമൻ പറഞ്ഞത്? ഉഗ്രസേന ക്ഷിതീശേഷോ യദ്വ ആജ്ഞാപയൽ പ്രഭു തദവ്യഗ്രധിയ ശ്രുത്വാ കുരുധ്വം മാ വിളംബിതം. മാ വിളംബിതം, ഒട്ടും തന്നെ വൈകരുത്, ഞാൻ പറയണത് കേൾക്കൂ. ക്ഷിതീശേഷ, രാജരാജനായ ചക്രവർത്തിയായ പ്രഭുവായ ഉഗ്രസേനൻ, വാ യത് ആജ്ഞാപയൽ, നിങ്ങളോട് എന്താണോ ആജ്ഞാപിക്കുന്നത് അതിനെ അവ്യഗ്രധിയ, സാവധാനം കേൾക്കുക, എന്നിട്ടോ വേഗം അതിനെ ചെയ്യുക. കേൾക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി വേണം, എന്നിട്ട് വേഗം അത് ആ പറയുന്ന കാര്യങ്ങൾ വേഗം ചെയ്യുക. ആ കൽപ്പന നിങ്ങളേതാ അറിയിക്കണം. എന്താണ്? യദ്യൂയം ബഹവസ്ത്വേകം ജിത്വാ ധർമ്മേണ ധാർമ്മികം അബധ്നീതാഥ തന്മൃഷ്യേ ബന്ധൂനാമൈക്യകാമ്യയാ. ബഹവ, വളരെയധികമുള്ള നിങ്ങൾ, യൂയം ധാർമ്മികം, ധർമ്മത്തിൽ നിന്ന് തെറ്റാത്ത ഏകം ഒരാളെ, അധർമ്മേണ ജിത്വ, അധർമ്മം വഴി ജയിച്ചിട്ട്, അബധ്നീത ഇതീയത്, ബന്ധിച്ചു എന്നത് എന്താണോ അത് ബന്ധൂനാം ഐക്യകാമ്യയ, ബന്ധുക്കൾ തമ്മിലുള്ള ആ ഐക്യം കൊണ്ടുള്ള, അത് എന്നെന്നും നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, തത് മൃഷ്യെ, ഞങ്ങളതിനെ സഹിക്കുന്നു. നിങ്ങൾ കുറേ പേര് കൂടി ഒറ്റയ്ക്ക് ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്നിട്ട് നിങ്ങൾ പിടിച്ചു കെട്ടി ഞങ്ങളുടെ സാമ്പനെ. ഒരാൾ മാത്രം ആക്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതാണ് ധർമ്മയുദ്ധം. ആ ധർമ്മം ആലോചിക്കാതെ പലരും ഏകകാലത്തിൽ ഒരുമിച്ച് ചേർന്ന ഒരാളെ ആക്രമിച്ചിട്ട് അയാളെ പിടിച്ചു കെട്ടി ഞെളിഞ്ഞിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? പക്ഷേ നിങ്ങളോട് യുദ്ധത്തിന് വരാത്തത് നമ്മൾ ബന്ധുക്കളാണ്, പരസ്പരം അറിയുന്ന ആളുകളാണ്, നമ്മൾ തമ്മിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനൈക്യം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാത്തത്. വീര്യ ശൗര്യ ബലോന്നദ്ധം ആത്മശക്തി സമം വച കുരവോ ബലദേവസ്യ നിശമ്യൂജു പ്രകോപിത. വീര്യം, പരാക്രമം, ഉത്സാഹം, ശരീരസാമർഥ്യം, ഇതുകൊണ്ട് ആ ബലരാമൻ യുദ്ധത്തിൽ ഒരിക്കലും തോൽക്കുന്നവനല്ല. പ്രവർത്തിക്കാൻ പറ്റിയ ഉത്സാഹവും ദേഹശക്തിയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അത് തടസ്സം കൂടാതെ ഭഗവാൻ ഇവിടെ സംസാരിച്ചു. ബലരാമന്റെ എല്ലാ യോഗ്യതകളും ഈ തരത്തിൽ തന്നെയാണ് സംസാരിക്കേണ്ടത്. എന്നാൽ കുരുക്കൾ
ഈ വാക്ക് കേട്ടപ്പോ അവർക്ക് ദേഷ്യം വന്നു എന്നാണ്. പ്രകോപിത കുരവ ഊചു. ദേഷ്യം വന്ന ആ കൗരവന്മാര് ബലരാമസ്വാമിയോട് പറയാ, അഹോ മഹച്ചിത്രമിതം കാലഗത്യാദുരത്യയാ ആരുരുക്ഷത്യുപാനാൽ വൈ ശിരോ മുകുടസേവിതം. അവരെന്താ പറഞ്ഞത്? ഇതുവരെ ബലരാമസ്വാമിയോട് വലിയ സ്നേഹവും ബഹുമാനവും ആദരവും, ദുര്യോധനൻ തൻ്റെ ഗുരുനാഥനാണ് എന്നുള്ള രീതിയിൽ ശിഷ്യന്റെ ആദരവൊക്കെ വേണ്ട പോലെ കാണിച്ചുവെങ്കിൽ ഇപ്പൊ പറയുകയാണ്, അഹോ മഹച്ചിത്രമിതം. ഇത് വലിയ ആശ്ചര്യം തന്നെ, കഷ്ടം. കാലഗത്യ, കാലത്തിന്റെ ഒരു അവസ്ഥയാണത്. ദുരത്യയ, അതിക്രമിക്കാൻ കഴിയാത്തതാണത്. മുകുടസേവിതം ശിരഹ, കിരീടം കൊണ്ട് സേവിക്കപ്പെടുന്ന ആ ശിരസിനെ ഉപാനൽ ആരുരുക്ഷതി, പാദരക്ഷ അവിടെ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ശിരസിൽ എന്താ വയ്ക്കുക? ശിരസിൽ കിരീടം. ആ കിരീടം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പാദരക്ഷ, ചെരുപ്പിന് കയറിയിരിക്കണം എന്ന് തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ തോന്നുന്നത് തന്നെ വലിയ തെറ്റല്ലേ? എത്രയും വിശേഷമായി സ്വർണം കൊണ്ടുണ്ടാക്കി രത്നങ്ങളൊക്കെ പതിപ്പിച്ചു, പക്ഷെ അത് കാലിലിടാനുള്ള പാദരക്ഷയാണെങ്കിൽ, മെതിയടിയാണെങ്കിൽ അത് ശിരസിൽ ആരെങ്കിലും ചേർത്ത് വയ്ക്കുമോ? എന്തൊരു കഷ്ടമാണ് ഇത്. കിരീടം കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ശിരസിൽ പാദരക്ഷയ്ക്ക് കയറിയിരിക്കാൻ ആഗ്രഹം അതുപോലും പാടില്ല. ജനങ്ങൾ, യോഗ്യന്മാരായ ഞങ്ങളോട്, സത്യത്തിൽ കിരീടാവകാശമില്ലാത്ത, രാജ്യാധികാരമില്ലാത്ത യാദവന്മാര് ഇപ്പൊ ഞങ്ങളോട് കൽപ്പിക്കുന്നു. ഏതേ യൗനേന സംബദ്ധ സഹശയ്യാസനാശന വൃഷ്ണയസ്തുല്യതാം നീത അസ്മദ്ദത്ത നൃപാസന. ഞങ്ങൾ കൊടുത്ത രാജസിംഹാസനാണെന്നാണ്. യൗനേന സംബന്ധ, വിവാഹം കൊണ്ട് ബന്ധമുണ്ടായി. ഏതേ വൃഷ്ണയ, ഈ വൃഷ്ണികൾ സഹശയ്യാസനാശന, ഒരുമിച്ച് കിടക്കുകയും ഒരുമിച്ച് ഇരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോ, അങ്ങനെ ഞങ്ങളാൽ നൽകപ്പെട്ട രാജസിംഹാസനത്തോടുകൂടി തുല്യതാം നീത, ഒരു തുല്യതയിലേക്ക് എത്തി. അതൊക്കെ ഞങ്ങളുടെ ഔദാര്യമാണ്. ഇപ്പോ ഞങ്ങളുടെ കൂടെ ഇരിക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഞങ്ങൾ അധികാരം നൽകിയെന്ന് മാത്രമല്ല, രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയും ഞങ്ങൾ കൊടുത്തതാണ്. അങ്ങനെയാണ് വൃഷ്ണികൾ ഞങ്ങൾക്ക് തുല്യരായത്. അല്ലെങ്കിൽ ഞങ്ങൾ രാജ്യാധികാരമുള്ളവരാണ്. ഇവരെ യയാതിയുടെ ശാപം കൊണ്ട് രാജ്യാധികാരം നഷ്ടപ്പെട്ടവരാണ്. എന്നിട്ടും ഇവരെ രാജാവായും ചക്രവർത്തിയായും ഒക്കെ വാഴിച്ചത് ഞങ്ങളുടെ ഔദാര്യം മാത്രമാണ്, ഞങ്ങളുടെ സൗജന്യം മാത്രമാണ്. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ തന്നെ ഇത്തരത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ, ചാമരവ്യജനേ ശംഖമാതപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യാം ഭുഞ്ചന്ത്യസ്മദുപേക്ഷയാ. ചാമരവ്യജനേ, വെഞ്ചാമരം, മാലവട്ടം, ശംഖ്, അതേപോലെ വെളുത്ത കുട, പാണ്ഡുരം, ആതപത്രം, കിരീടം, ഇരിക്കാനുള്ള സിംഹാസനം, ശയ്യ, കിടക്കാനുള്ളത്, ഇതൊക്കെ ഞങ്ങളുടെ ഉപേക്ഷ കൊണ്ട് മാത്രം, ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയതാണ്. ആലവട്ടവും വെഞ്ചാമരവും ശംഖും വെൺകൊറ്റക്കുടയും കിരീടവും സിംഹാസനവും, ഇങ്ങനെ എല്ലാം ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാണ്. അലം യദൂനാം നരദേവലാഞ്ഛനൈർ ധാതു പ്രതീപൈ ഭണിനാമിവാമൃതം യേസ്മൽ പ്രസാദോപചിതാഹി യാദവ ആജ്ഞാപയന്ത്യദ്യഗതത്ര പാപത. കഷ്ടം കഷ്ടം എന്നാണ്. ഭണിനാം അമൃതം ഇവ, സർപ്പങ്ങൾക്ക് അമൃതം എന്നതുപോലെ ധാതു കൊടുത്തവനും, പ്രതീപൈഹി വിരോധികളുമായിരിക്കുന്ന യദുക്കളുടെ, നരദേവലാഞ്ഛന രാജചിഹ്നങ്ങൾക്ക് കൊണ്ട്, അലം മതി, ഏത് യാദവന്മാരെ, അസ്മൽ പ്രസാദോപചിതാഹി ഞങ്ങളുടെ പ്രസാദം കൊണ്ട് മാത്രം പ്രസിദ്ധി പ്രാപിച്ചവര് അല്ലേ നിങ്ങൾ. അദ്യ ഗതത്രപ, എന്നിട്ട് ഇപ്പോ നാണമില്ലാതെ ഞങ്ങളോട് കൽപ്പിക്കണു, ഞങ്ങളുടെ അടുത്ത് ആജ്ഞാപിക്കണു. പാമ്പിന് പാല് കൊടുത്തവർക്ക് തന്നെ അപകടം. അത് തന്നെയാണ്. ഞങ്ങൾ അവരവരുടെ രാജചിഹ്നങ്ങൾ ഇവർക്ക് കൊടുത്തു. ഇവരിപ്പോ അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങളെക്കാൾ വലിയ രാജാക്കന്മാരായിരിക്കും. ഞങ്ങൾക്ക് നേരെ ആജ്ഞാപിക്കാൻ പോലും
നോക്കൂ, ഇവിടെ ഞങ്ങളോട് കൽപ്പിക്കാൻ ഇവർക്ക് ലജ്ജ പോലും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. കഥമിന്ദ്രോപി കുരുഭിർ ഭീഷ്മദ്രോണാർജുനാദിഭി അദത്തമവരുന്ധീത സിംഹഗ്രസ്തമിവോരണ. ഭീഷ്മദ്രോണാർജുനാദിഭി, ഭീഷ്മർ, ദ്രോണർ, അർജുനൻ, ഇങ്ങനെ തുടങ്ങിയവരാൽ കുരുഭി, ആ കുരുക്കന്കള്, അദത്തം ഇന്ദ്ര അപി, ദാനം ചെയ്യപ്പെടാത്തതിനെ ഇന്ദ്രൻ പോലും സിംഹഗ്രസ്തം, സിംഹത്താൽ ഗ്രസിക്കപ്പെട്ട ഉരണ ഇവ, ഉരണം എന്ന് പറഞ്ഞാൽ ആട്, കഥം അവരുന്ധീത, എങ്ങനെയാ സ്വീകരിക്കുക? സിംഹത്തിന്റെ അധികാരത്തെ ആടിന് സ്വീകരിക്കാൻ കഴിയാത്തതുപോലെ കൗരവന്മാരുടെ സമ്മതം കൂടാതെ അവരുടെ അധികാരത്തെ യാദവന്മാർക്ക് എങ്ങനെ സ്വാധീനമാക്കാൻ സാധിക്കും? ഭീഷ്മദ്രോണാർജുനാദികളാകുന്ന കൗരവർ അവരുടെ മനസ്സുകൊണ്ട് നൽകാത്ത അധികാരം ഇന്ദ്രനു പോലും സ്വീകരിക്കാൻ സാധിക്കില്ല. പിന്നെയാണോ കേവലം നിങ്ങള് വൃഷ്ണികള് കഷ്ടം 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 എന്ന് പറയുന്നു. ഇത് കേട്ട്, ആ പരുഷമായിട്ടുള്ള വാക്യങ്ങൾ കേട്ടപ്പോ അവിടെ ബലരാമസ്വാമി അതിന് മറുപടി തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ പുറപ്പെടുന്നു. ആ രംഗങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇന്നിപ്പോ ഭഗവാന്റെ പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. ഗണപതിയും ഗോപീ ഗണപതിയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറ
പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം.